സംഘം പരിവാർ സങ്കല്പമാണ്. പരിവാർ സങ്കല്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കുട്ടിയാണ് നടക്കാൻ പഠിച്ചു കഴിയുമ്പോൾ വളർന്നു കഴിയുമ്പോൾ ഓരോരോ ജോലികൾ ഓരോരുത്തരെ ഏൽപ്പിക്കും. അവരവരുടെ ജോലി ഓട്ടോണമസ് ആയിട്ട് ചെയ്യും. അതിൽ വേണ്ടാത്ത ഇടപെടലുകൾക്ക് പോകാറില്ല. അങ്ങനെയാണ് സംഘ വളർച്ചയുടെ ഒരു ശൈലി തന്നെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങ് പറഞ്ഞ ആദ്യത്തെ ഒരു ചോദ്യത്തിന് കൃത്യമായ ലക്ഷ്യം കൊടുത്തിട്ടുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിച്ചു. അത് വ്യക്തമാണ്. വസുദൈവ കുടുംബത്തിന്റെ അടിസ്ഥാനത്തിൽ മാനവരാശിയുടെ മൊത്തം വിമോചനവും ഉന്നതിയും, അതിനുവേണ്ടി ഭാരതത്തെ ശ്രേഷ്ഠ രാഷ്ട്രമാക്കി വളർത്തണം. ആ വളർത്തുന്ന ജോലിയാണ് സംഘപരിവാറിലുള്ള ഓരോ സംഘടനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് രാജനൈതിക പ്രസ്ഥാനമാണ് BJP. ആ ലക്ഷ്യം കൃത്യമായി BJP കൊടുത്തിട്ടുണ്ട്. അംബേദ്കർ സംഭാവന ചെയ്ത ആ ഭരണഘടന അനുസരിച്ച് ആദ്യം നടത്തിയ തെരഞ്ഞെടുപ്പിൽ അംബേദ്കർ തോൽപ്പിക്കാൻ വേണ്ടി ബോംബെയിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും യോജിച്ചതറിയാം. എന്നാൽ അതിനുശേഷം 52 തൊട്ടുള്ള കാലത്ത് ദത്തവാദ് ചെങ്കടിജി സംഘത്തിന്റെ പ്രചാരകൻ ഈ അംബേദ്കർജികൾ ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കറുടെ കൂടെ സഹകരിച്ചതിനെ കുറിച്ച് എത്ര പേർക്കറിയാം? വളരെ കുറച്ച് പേർക്ക് അറിയാം. അംബേദ്കറോട് ചോദിച്ചു, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ദത്തവാദ് തെങ്കടി എന്നൊരു ബ്രാഹ്മണനെ വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അംബേദ്കർ കൊടുത്ത മറുപടി അറിയാൻ വളരെ രസകരമാണ്. തേങ്കടിയെക്കാട്ടിൽ വലിയ ഒരു ദളിതനെ നിങ്ങൾ കാണിക്കൂ, ഞാൻ അയാളെ ആക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അത് നടത്തിയത് ഈ ഒരു വിഷയം മാത്രം ചോദിച്ചല്ല, സമഗ്രമായ ഒരു അഭിമുഖമായിരുന്നു. ആ അഭിമുഖത്തിൽ സമഗ്രത പറയുമ്പോൾ ഒരു കുറവ് മാത്രമുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ സകാരാത്മകമായ ഘടകങ്ങളെ മുഴുവൻ മാറ്റി. വികസനം ചോദിച്ചിട്ടില്ല. ഭാരതത്തിന്റെ ഭാവിയെ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഇതൊന്നും ചോദിക്കാതെ കേരള കോൺഗ്രസ്സുകാരന്റെ വർഗീയ ഭാഷയിൽ മണിപ്പൂരിനെ കുറിച്ചും കേജ്രിവാളിന്റെ ഭാഷയിൽ മോദി പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് മാറുമോ എന്നുള്ളതും ഒക്കെ ചോദിച്ച് ശരിക്കും പറഞ്ഞാൽ മോദിക്കെതിരെ പല പ്രാവശ്യം ആവർത്തിക്കുകയും നരേന്ദ്രമോദിയും ദേശീയപക്ഷവും, അവിടെ ദേശീയപക്ഷവും തന്നെ ഞാൻ പറയുള്ളൂ, ആവർത്തിച്ച മറുപടി പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെയും ചോദ്യം ഉന്നയിക്കുക ചെയ്തത്. നമസ്കാരം. സീക്കിംഗ് ദ ട്രൂത്ത്, സത്യാന്വേഷണത്തിനായുള്ള സംഭാഷണം, ഈ പരമ്പരയുടെ അടുത്ത ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുരുടന്മാർ ആനയെ കണ്ട കഥ പലപ്പോഴും പല സാഹചര്യത്തിലും ഉപയോഗിച്ച് പഴക്കം വന്ന ഒരു ക്ലിഷേ പ്രയോഗം തന്നെയാണ്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ദൃശ്യ പത്ര മാധ്യമങ്ങൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന RSSനെ സംബന്ധിച്ച് നടത്തുന്ന റിപ്പോർട്ടേജ് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് പലരും എഴുതുന്ന ലേഖനങ്ങൾ കാണുമ്പോൾ ഇതിനപ്പുറം മറ്റൊരു താരതമ്യം അല്ലെങ്കിൽ മറ്റൊരു പ്രയോഗം ഇതിന് ഏറ്റവും അനുയോജ്യമായത് എന്നുള്ളത് മനസ്സിൽ വരാത്തത് കൊണ്ടാണ് ഈ ക്ലിഷേ പ്രയോഗം തന്നെ വീണ്ടും നടത്തുന്നത്. എപ്പോഴും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ RSS BJP എന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചിലരെങ്കിലും ശ്രമിക്കാറുണ്ട്. ഈ ശ്രമങ്ങൾക്കിടയിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യം, ലക്ഷ്യം യഥാർത്ഥത്തിൽ BJP അല്ല, രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന RSS ആണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 100 വർഷങ്ങളായി രാജ്യത്തെ സമൂഹത്തിലെ സമസ്ത മേഖലകളിലും ആഴത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ആ സംഘടനയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സംഘടനയെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ തെറ്റുകൾ സംഭവിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വെറും അജ്ഞത മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു നരേറ്റീവ് ബിൽഡിങ്ങിനുള്ള ശ്രമമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു വിവാദം ഉണ്ടായതാണ് ഇത്രയും പറയാൻ പ്രേരിപ്പിച്ചത്. വിവാദം മറ്റൊന്നുമല്ല, RSS BJP ബന്ധം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന ഒരു വിവാദമാണ്. BJPയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ JP നദ്ദ അദ്ദേഹം ഒരു പത്രമാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതായത് ഇനിയും BJPക്ക് RSSൻ്റെ ആവശ്യമൊന്നുമില്ല, BJP അത്ര ശക്തമായി കഴിഞ്ഞു, BJP ഇനിയും സ്വയം നടക്കും. പണ്ടൊക്കെ RSSൻ്റെ സഹായം BJPക്ക് ആവശ്യമായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. അതിനെ സംബന്ധിച്ച് പിന്നീടുണ്ടായ
വ്യാഖ്യാനങ്ങളും പ്രസ്താവനകളും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് എത്രത്തോളം RSS വിരോധം അല്ലെങ്കിൽ RSSനെതിരായ നരേറ്റീവ് ബിൽഡിംഗ് എത്രത്തോളം ആഴത്തിൽ പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനും കൂടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ശ്രീ KV രാജശേഖരൻ ജിയുമായിട്ട് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. ഞാൻ അല്പം കൂടുതൽ സമയം എടുത്തു ഇൻട്രൊഡക്ഷന്. വേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അതേ സമയത്തിന്റെ ഒരു കാര്യമുണ്ട്. ഒരു കാര്യത്തിൽ എനിക്ക് അവിടെ തന്നെ കറക്ഷൻ പറഞ്ഞ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ലക്ഷ്യം RSS അല്ല, ലക്ഷ്യം ഭാരതമാണ്. ഭാരതത്തിന് ശക്തിയുള്ള അടിത്തറ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് RSSനെ ഉന്നം വെക്കുന്നത്. തീർച്ചയായിട്ടും ഹൈന്ദവ ദേശീയതയും ഭാരതത്തെയും എതിർക്കുന്നവരുടെ ലക്ഷ്യമാണ് സ്വാഭാവികമായിട്ടും RSS. അത്രയേ ഉള്ളൂ. അതാണ് കാര്യം. പിന്നെ അങ്ങ് പറഞ്ഞ കാര്യത്തോട് അടുപ്പിച്ച് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ ഇന്റർവ്യൂ, ഈ അഭിമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നതാണ്. അത് നടത്തിയത് ഈ ഒരു വിഷയം മാത്രം ചോദിച്ചല്ല, സമഗ്രമായൊരു അഭിമുഖമായിരുന്നു. ആ അഭിമുഖത്തിൽ സമഗ്രത പറയുമ്പോൾ ഒരു കുറവ് മാത്രമുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ സകാരാത്മകമായ ഘടകങ്ങളെ മുഴുവൻ മാറ്റി. വികസനം ചോദിച്ചിട്ടില്ല. ഭാരതത്തിന്റെ ഭാവിയെ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഇതൊന്നും ചോദിക്കാതെ ഇത്തരം വിഷയങ്ങളിലേക്ക് കേരള കോൺഗ്രസ്സുകാരന്റെ വർഗീയ ഭാഷയിൽ മണിപ്പൂരിനെ കുറിച്ചും കേജ്രിവാളിന്റെ ഭാഷയിൽ മോദി പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് മാറുമോ എന്നുള്ളതും ഒക്കെ ചോദിച്ച്, ശരിക്കും പറഞ്ഞാല് മോദിക്കെതിരെ പല പ്രാവശ്യം ആവർത്തിക്കുകയും നരേന്ദ്രമോദിയും ദേശീയപക്ഷവും, അവിടെ ദേശീയപക്ഷവും തന്നെ ഞാൻ പറയുള്ളൂ, ആവർത്തിച്ച മറുപടി പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെയും ചോദ്യം ഉന്നയിക്കുക ചെയ്തത്. ആ ചോദ്യത്തിനടുക്കൊരു ചോദ്യമാണ്, എന്താണ് സംഘം ഈ ഘട്ടത്തിൽ, അതായത് അത് പറയുന്നത് വാജ്പേയിയുടെ സർക്കാരിന്റെ കാലത്തെ ആ സർക്കാരിലുണ്ടായിരുന്ന RSSന്റെ സ്വാധീനം ഇപ്പോ കാണുന്നില്ല. അതിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അവിടെ പറഞ്ഞ മറുപടിയാണ്. ഇവിടെ കാര്യം ഓർത്തോണം, അത് അങ്ങ് പറയാൻ മുന്നേ എനിക്ക് ഊഹിക്കാം. ആ കാലത്ത് ഇത് തന്നെ പറഞ്ഞതാ. അതല്ലേ പറയുന്നത്. അന്ന് വാജ്പേയി പറഞ്ഞൊരു മറുപടി ഞാൻ ആദ്യം പറയാം. അന്ന് താങ്കളും ഞാനും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്ന കാലമാണ്. അന്ന് അടൽജിയോട് ഭയങ്കര ഇവര് തമ്മിൽ വലിയ തർക്കമാണെന്നൊക്കെ പറഞ്ഞു. അതെ അതെ അതെ. അപ്പൊ ഒരു പത്രപ്രവർത്തകൻ അടൽജിയോട് ഇന്ന് രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അത് വളരെ പിന്നീട് പ്രചരിക്കപ്പെട്ടതാ. സംഘം അങ്ങക്കെതിരാണ്, BJPക്ക് എതിരാണ്, അസന്തുഷ്ടരാണ്. അതുകൊണ്ട് സംഘം വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകും. വലിയ പ്രചരണം. ഈ പ്രചരണം പറഞ്ഞതിന് വാജ്പേയി കൊടുത്ത മറുപടി അറിയാം. ടീക്ക് അങ്ങനെയാണ് ഞാൻ അത് ചേർന്നോളാവുന്നത്. RSS വിട്ട ഒരു കളിയില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. ഇത് തന്നെയല്ല, വേറൊരു വലിയ രസമുണ്ട്. ഇതിനു മുമ്പ് ബോംബെയിലാണെന്ന് എൻ്റെ ഓർമ്മ. ഒരു BJP സമ്മേളനത്തില് ആരാവണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആരാകണം അധ്യക്ഷൻ എന്നാണ് എനിക്ക് ആ ചർച്ച വന്നു. അന്ന് ഇതുപോലെ ഭയങ്കര തർക്കമാണെന്ന് പറഞ്ഞു. അന്നും പത്രക്കാർ വാജ്പേയിയോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ വാജ്പേയി അഡ്വാനിയും തമ്മിൽ ഭയങ്കര തർക്കമാണെന്നാണല്ലോ പൊതുവെ സമൂഹം പറയുന്നതെന്ന് പറഞ്ഞു. അതിന് വാജ്പേയി പറഞ്ഞ മറുപടി അങ്ങേക്കറിയാം. വേറൊന്നുമല്ല പറഞ്ഞു, ഭയങ്കര തർക്കമാണ്. ഞാൻ പാർട്ടി അധ്യക്ഷനാവണമെന്ന് അദ്വാനി പറയുന്നു, അദ്വാനി പാർട്ടി അധ്യക്ഷനാണെന്ന് ഞാൻ പറയുന്നു. അതാണ് ഇവരുണ്ടാക്കിയെടുക്കുന്ന ചർച്ചയുടെ രീതി. പക്ഷേ കണ്ടു. അതെ അതെ. ഈ സീരിയസ് ആയിട്ട് ഇതിനകത്ത് ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞു ഇന്ന ചോദ്യങ്ങൾ ഉണ്ടായില്ല. ഇപ്പൊ ചോദ്യങ്ങൾ എന്ത് ചോദിക്കണം എന്നുള്ളത് മാധ്യമപ്രവർത്തകന്റെ ഡിസ്ക്രിപ്ഷനാണ്, അല്ലെങ്കിൽ സ്ഥാപനം പറഞ്ഞുവിടുന്ന കാര്യങ്ങളാണ്. അതിൽ നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. പക്ഷേ കിട്ടുന്ന ഉത്തരത്തെ ഏത് അർത്ഥത്തിൽ വിനിയോഗിക്കുന്നു, എങ്ങനെ അത് വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിന്റെ പിന്നിലുള്ള മോട്ടീവാണ്. ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് താങ്കൾക്ക് നടന്നിട്ടുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ അഭിമുഖം നടത്തിയവരെക്കാൾ കവിഞ്ഞ് അവരുൾപ്പെടുന്ന ഒരു മാധ്യമ സമൂഹം ഉണ്ടല്ലോ. അതായത് ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ ഒരു സമൂഹം, ഒരു മാധ്യമ സമൂഹമുണ്ട്, മാധ്യമപക്ഷം. ആ മാധ്യമപക്ഷം ഇതിനെ ഉപയോഗിച്ചത് മുഴുവൻ വേറെ. അതായത് സംഘത്തിനെ
ഞങ്ങൾക്കിനി വേണ്ട, സംഘത്തിന്റെ സഹായം ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് നദ്ദ പറഞ്ഞ ശൈലിയിലാണ് പറയുന്നത്. ഞാൻ അങ്ങ് എന്തായാലും നമുക്ക് ആ ഒരു വിഷയം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദിയിൽ അദ്ദേഹം പറഞ്ഞത് വന്നിട്ടുണ്ട്. ശുരൂമേ ഹം അക്ഷം ഹോंगे, थोड़ा कम होंगे, आरएसएस की जरूरत पड़ती थी, आज हम बढ़ गए, सक्षम है, तो बीजेपी अपने आप को चलता है എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം വ്യക്തമല്ലേ? അത് വേറൊന്നുമില്ല. തുടക്കത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ ക്ഷമത, കാര്യപ്രാപ്തി ഇല്ലായിരുന്നു. ആ സന്ദർഭത്തിൽ സംഘത്തിന്റെ ആവശ്യം കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ പൂർണ്ണ ശക്തിയിലേക്ക് വളർന്നിരിക്കുന്നു. അതുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനകത്തൊരു റിജക്ഷന്റെ ഒരു എലിമെന്റ് ആ പാരഗ്രാഫ് മൊത്തം വായിക്കണം. ഞാൻ അതിന് ഒരു കാര്യം കൂടെ എടുത്ത് പറയുകയാണ്, ഒരു ഉദാഹരണം കൂടെ പറയുകയാണ്. അതായത് ഒരു കുട്ടി നിൽക്കാനൊക്കെ തുടങ്ങി, പക്ഷെ നടക്കാൻ തുടങ്ങിയിട്ടില്ല. ആ നടക്കുന്ന സമയത്ത് അച്ഛന്റെ കൈ പിടിച്ച് നടക്കേണ്ടി വരും. തീർച്ചയായിട്ടും നടക്കാൻ പഠിപ്പിച്ചത് അച്ഛനാണ്, തീർച്ചയായിട്ടും പരിശീലിപ്പിച്ചത് അച്ഛനാണ്. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പം തന്നെ നടക്കാൻ തുടങ്ങും. പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ നടക്കാൻ മാത്രമല്ല, അച്ഛൻ കൂടെ ഇല്ലാതെ തന്നെ ഏത് ദുർഘട വഴിയിലും പോകാൻ പഠിക്കും. അവിടെ വെല്ലുവിളികൾ ഉണ്ടായാൽ തട്ടിത്തെറിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി നേടും. അങ്ങനെ ഒരു മകൻ ശക്തി നേടി അച്ഛ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് നാളത്തോടെ അച്ഛനെ വേണ്ടെന്നാണ്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ രാജശേഖരൻജി, ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ JP നദ്ദയുടെ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് മാത്രം ഉണ്ടായ ഒരു വിഷയമല്ല. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഭാരതത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ അവർ നിരന്തരം പറയുന്ന ഒരു കാര്യം, RSSന് മോദി സർക്കാരിൻ്റെ മുകളിൽ സ്വാധീനം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ മോദി RSS പറയുന്നത് കേൾക്കുന്നില്ല, മോദി സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അതിൽ RSSന് വലിയ വിദ്വേഷം അല്ലെങ്കിൽ വലിയ അമർഷമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നിരന്തരമായി പറയുന്നുണ്ട്. ഒരു പക്ഷേ അതിനെ കൃത്യമായി ആ സമയത്ത് എതിർക്കാത്തതോ അല്ലെങ്കിൽ അതിന് ഒരു മറുപക്ഷം പറയാത്തതോ ആണോ ഇങ്ങനെ ഒരു പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്? അവിടെ എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് യോജിപ്പാണ്. ചില കാര്യങ്ങൾ ഉയർന്നു വരുമ്പോഴേ മറുപടി കൊടുക്കാത്തൊരു പോരാഴിക, ആ ഒരു മീഡിയ മാനേജ്മെന്റിന്റെ പ്രശ്നം അതുകൊണ്ട് അതില്ലെന്ന് പറയാൻ പറ്റില്ല. അത് യാഥാർത്ഥ്യമാണ്. പറയുമ്പോഴേ ഉടനെ മറുപടി കൊടുത്താൽ കുഴപ്പമില്ല, മുളയിലെ നുള്ളിക്കളയുക. ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അത് വേറൊന്നുമല്ല, ഒരു ചോദ്യം ഉന്നയിച്ച് കഴിയുമ്പം ആ പല കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ അവിടെ അവസാനം പറയുന്ന ഒരു കൺക്ലൂഷൻ, ഒരു പ്രാധാന്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോഴീ പറഞ്ഞ നമ്മളന്ന് അക്ഷമായിരുന്നു, നമുക്ക് ശക്തി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ സക്ഷമാണ്, ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ അങ്ങോട്ട് പിന്നെ ചോദിക്കും. അപ്പൊ ഇപ്പം അതാ ഞാൻ വായിക്കുന്നില്ല, ഇപ്പോഴ് നിങ്ങൾക്ക് RSSന്റെ സഹായം വേണ്ടെന്നാണോ അർത്ഥമാക്കുന്നു ചോദിക്കും. പൊളിറ്റിക്കൽ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടെന്നാണോ? കൃത്യമായ മറുപടിയാണ് JP നദ്ദ കൊടുത്തിരിക്കുന്നത്. അല്ല, അതിന്റെ ആ ഒരു സവാലിക നിയമത്തായ ചോദ്യമേ ഉയരുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് സംഘടനാപരമായ ശക്തി ഞങ്ങൾ നേടിക്കഴിഞ്ഞു, സ്വയം പര്യാപ്തമാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ BJP പോകും, സംഘം വൈചാരിക കാര്യങ്ങളിൽ പോകുന്നത് കൃത്യമായ മറുപടി വിശദമായി കൊടുത്ത ശേഷം ആ ഭാഗം അദ്ദേഹം കൺക്ലൂഡ് സെന്റൻസ് ഞാൻ വായിക്കാം. അതിതാണ്: The reality is that both have a rich history of working in tandem, guided by the spirit of nation first. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനും ഭാരതീയ ജനതാ പാർട്ടിക്കും ഭാരതം ആണ് പ്രഥമം, ഒന്നാമത്തേത് എന്ന പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരു ദീർഘകാല പാരമ്പര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ താളമേള ലയത്തോടുകൂടി ആ പാരമ്പര്യം അദ്ദേഹം എടുത്തു പറഞ്ഞപ്പം അത് മാത്രം കണ്ടു. പിന്നെ ഈ മുന്നോട്ടുള്ള കാര്യം പറയേണ്ട കാര്യമുണ്ട്, അവിടെ അവസാനിക്കേണ്ടതല്ല കാര്യം. പക്ഷെ അവിടെ നമ്മുടെ കൈരളിയും ഇവിടുത്തെ മാതൃഭൂമിയും ഡൈവേഴ്സായി മംഗളമെല്ലാം കിട്ടിപ്പോയി. ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് അവർക്കറിയാം. അപ്പോൾ ഇവർക്ക് വേണ്ടത് ആ ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെയും അന്തചിത്രം ഉണ്ടാക്കുന്നതിനുള്ള വഴികളാണ്. ഇന്ന് പോലും ഒരു മലയാളം പത്രത്തിൽ വന്നത് BJP നനഞ്ഞ പടക്കമായി മാറും, RSS ഇല്ലെങ്കിൽ BJP നനഞ്ഞ പടക്കമായി മാറും. എന്തൊക്കെയോ വലിയ പ്രതീക്ഷകളാണ്. വൈചാരികവും താത്വികമായ മേഖലയിൽ പോകുന്നു. അങ്ങ് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഇവിടെ ഉള്ളത്, സംഘം പറയുന്ന വഴിക്കൂടെ അല്ല BJP പോകുന്നൊരു പ്രചരണം കൊടുത്തുണ്ടല്ലോ. അതെങ്ങനെയാ ശരിയാവുക? കാരണം അത് വ്യക്തമാക്കുന്ന കാര്യമാണ്. 2018 ഭാരതത്തിലെ ബുദ്ധിജീവികളെ, പല മേഖലയിലുള്ള ബുദ്ധിജീവികളെ വിളിച്ചു കൂട്ടിയിട്ട് വിജ്ഞാൻ ഭവനിൽ വെച്ച്
സർസംഘചാലക് പരമപൂജനീയ സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭഗവത്ത് ഒരു 2 ദിവസ സെഷൻ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം കൊടുത്തൊരു മറുപടിയുണ്ട്. ഇതേ ചോദ്യം അവിടെ ഉയർന്നപ്പോൾ ആ മറുപടി ഒന്ന് ഞാനൊന്ന് മലയാള ഭാഗം പറയാം, അതൊന്ന് കേൾപ്പിക്കാൻ തയ്യാറായി. തീർച്ചയായിട്ടും നമുക്ക് ആ ക്ലിപ്പിംഗ് ഒന്ന് കാണാം. संघ को राजनीति से परहेज है, इसका मतलब वो घुसपैठियों के बारे में न बोले ऐसा नहीं है। वो ये सब राष्ट्रीय प्रश्न है, राजनीति की उसमें भूमिका है, प्रमुख भूमिका है, परंतु प्रश्नों के सुलझने का न सुलझने का परिणाम पूरे देश पर होता है। ऐसे विषय में संघ अपना मत रखता है। जो एक दल चलता है, उस दल में स्वयंसेवक क्यों है, उस दल में बहुत सारे पदाधिकारी क्यों हैं, उस दल के आज पंत प्रधान है, राष्ट्रपति जी है, सब लोग स्वयंसेवक है। तो इसलिए, और ये जो लोग कयास लगाते हैं कि नागपुर से फोन जाता होगा और बात होती होगी, बिल्कुल गलत बात है। एक तो वहां काम करने वाले राजनीतिक कार्यकर्ता सब मेरी आयु के हैं, तो वह मेरे से सीनियर है, और संघ कार्य का जितना मेरा अनुभव है कदाचित उससे अधिक अनुभव उनको राजनीति का है। उनको अपनी राजनीति चलाने के लिए किसी के सलाह की आवश्यकता नहीं है। हम उसके बारे में कुछ नहीं जानते, हम सलाह दे भी नहीं सकते। परिचित है तो हालचाल पूछते हैं, उनको सलाह चाहिए तो वो पूछते हैं, अगर हम दे सकते हैं तो हम देते हैं, परंतु उनके राजनीति पर हमारा कोई प्रभाव नहीं, सरकार की नीतियों पर हमारा कोई प्रभाव नहीं है। वो हमारे स्वयंसेवक है, उनको विचार दृष्टि सब मिली है, वो भी समर्थ है अपने अपने कार्य क्षेत्र में उन विचारों को प्रत्यक्ष करने के लिए। ऐसा स्वतंत्रता, अलगता, स्वायत्तता से स्वावलंबी होकर उनका काम चलता है और चलना चाहिए, ऐसा हमारी इच्छा है। അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. ആദ്യം ഒരു ചോദ്യമുണ്ട്, അതായത് നുഴഞ്ഞുകയറ്റ വിഷയത്തിൽ സംഘം അഭിപ്രായം പറയുന്നതിനെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞത് പറയും. രാഷ്ട്രീയമായ കാര്യങ്ങൾ അഭിപ്രായം പറയില്ലെന്നുണ്ടെങ്കിലും അതിൽ പറയും, കാരണം അത് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. അതിലെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭദ്രതയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഞങ്ങൾ അഭിപ്രായം പറയും. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയില് സംഘത്തിന്റെ കാര്യകർത്താക്കളാണ്, സ്വയം സേവകർ കൂടുതലുണ്ട്. അധികാരത്തിലിരിക്കുന്നവര് സ്വയം സേവകരാണ്, പ്രധാനമന്ത്രി സ്വയം സേവകനാണ്, രാഷ്ട്രപതി സ്വയം സേവകത്വമുണ്ട്. ഇതെല്ലാം കൊണ്ട് നാഗ്പൂരിൽ നിന്നും വിളിച്ചിട്ട് നിർദ്ദേശം കൊടുക്കും എന്ന ഒരു പ്രചരണം നടത്തുന്നതിന് പലരും ശ്രമിക്കാറുണ്ട്. അത് തെറ്റാണ്, അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് ആവശ്യമില്ലെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്നെക്കാൾ പ്രായമുള്ളവരും മുതിർന്നവരും അവിടെയുള്ളത്. സംഘകാര്യത്തിൽ എനിക്കുള്ള പരിചയത്തെക്കാൾ കൂടുതൽ പരിചയമുള്ളവരാണ്. രാഷ്ട്രീയ കാര്യത്തിൽ ഹീസ് വെരി സ്പെസിഫിക്. സംഘകാര്യത്തിൽ എനിക്കുള്ള പരിചയത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയ കാര്യത്തിൽ അവർക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് കൃത്യമായിട്ട് പ്രധാനമന്ത്രിയെ തന്നെ മനസ്സിൽ കണ്ടു. ഇനി ഒരുപക്ഷെ അവർക്ക് ചോദിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ സലാലിനൊക്കെ ജരൂർ പഠനെ पर സലാൽ ലേ സക്താ ഹൈ തോ ഹം ദേ ദേഗാ, അതാ പറഞ്ഞത്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഞങ്ങൾക്ക് ഹെൽപ്പ് ഞങ്ങൾ കൊടുക്കും. പിന്നെ അവസാനം പറഞ്ഞിരുന്നൊരു കാര്യം ഏറ്റവും പ്രധാനമാണ്, അവരെല്ലാം സ്വയം സേവകരാണ്. എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം അവർക്ക് സ്വയം സേവകത്വം കൊണ്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രായോഗികമായിട്ട് നിർവഹിക്കാനുള്ള കരുത്തും അവർക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒരു ആവശ്യമില്ലാത്ത ഇടപെടലിന് കാര്യമില്ലെന്ന് കൃത്യമായി ഉദ്യോഗം പറഞ്ഞു. അതവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുമെന്നാണ് സർസംഘചാലകിന്റെ ആ പ്രസ്ഥാനിക്കുള്ള മറുപടിയാണ് ഇപ്പൊ നദ്ദ കൊടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കോംപ്ലിമെന്ററി, പരസ്പര പൂരകം, മലയാളത്തിൽ പരസ്പര പൂരകമാണ്. ഇപ്പോ 1980 BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടത് തന്നെ ഈ ഡബിൾ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന വലിയ വിവാദത്തെ തുടർന്നാണ്. ആ ഡ്യുവൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു വലിയ വിവാദം ദേശീയ തലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും RSSും BJPയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഈവൻ സംഘടനാ സംവിധാനത്തിൽ തന്നെ അതിനുള്ള ചില ഘടകങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പരസ്പര ഒരുമിച്ച് പോകാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പൊ ഇതൊന്നും അറിയാതെയാണോ ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
കുരുടന്മാർ ആനയെ കാണുന്നു, അതോ അറിഞ്ഞുകൊണ്ട് വളരെ ഇത്ര വരും? വളരെ കൃത്യമായി അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. സംഘം പരിവാർ സങ്കല്പമാണ്. പരിവാർ സങ്കല്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കുട്ടിയാണ് നടക്കാൻ പഠിച്ചു കഴിയുമ്പോൾ വളർന്നു കഴിയുമ്പോൾ ഓരോരോ ജോലികൾ ഓരോരുത്തരെ ഏൽപ്പിക്കും. അവരവരുടെ ജോലി ഓട്ടോണമസ് ആയിട്ട് ചെയ്യും. അതിൽ വേണ്ടാത്ത ഇടപെടലുകൾക്ക് പോകാറില്ല. അങ്ങനെയാണ് സംഘ വളർച്ചയുടെ ഒരു ശൈലി തന്നെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങ് പറഞ്ഞ ആദ്യത്തെ ഒരു ചോദ്യത്തിന് കൃത്യമായ ലക്ഷ്യം കൊടുത്തിട്ടുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിച്ചു. അത് വ്യക്തമാണ്. വസുദൈവ കുടുംബത്തിന്റെ അടിസ്ഥാനത്തിൽ മാനവരാശിയുടെ മൊത്തം വിമോചനവും ഉന്നതിയും, അതിനുവേണ്ടി ഭാരതത്തെ ശ്രേഷ്ഠ രാഷ്ട്രമാക്കി വളർത്തണം. ആ വളർത്തുന്ന ജോലിയാണ് സംഘപരിവാറിലുള്ള ഓരോ സംഘടനയും കൊടുത്തിരിക്കുന്നത്. അതിന് രാജനൈതിക പ്രസ്ഥാനമാണ് BJP. ആ ലക്ഷ്യം കൃത്യമായി BJP കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് പോലും അതൊരു 4-5 വർഷം മുമ്പുള്ള സത്സംഗ് ചാനൽ പ്രഭാഷണം ഞാൻ കേട്ടതാണ്. അതായത് ഭാരതത്തിന് പണ്ടുണ്ടായിരുന്ന സാമ്പത്തിക അവസ്ഥയിലേക്ക് ഭാരതത്തെ വീണ്ടും വളർത്തുന്നുള്ള പരിശ്രമമായിരിക്കണം ഇനി ചെയ്യേണ്ടതെന്ന്. മാത്രമല്ല 2047 ഭാരതത്തിന്റെ ആ സ്വത്വ തനിമ പരിപൂർണമായും പ്രകടമാകുന്ന തരത്തിൽ വളരുന്നതിനുള്ള അമൃതകാലമായിട്ട് ഇനിയുള്ള കാലത്തെ ഉപയോഗിക്കുന്ന നിർദ്ദേശവും സർസംഘചാലകിന്റെ വിജയദശമി പ്രഭാഷണത്തിൽ കൊടുത്തുള്ളതാണ്. കൃത്യമായിട്ടുള്ളതാണ്. അപ്പൊ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിൽ നിരവധി സംഘടനകളുണ്ട്, നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ. അപ്പം ഈ സംഘടനകളുമായിട്ട് കൃത്യമായ ഒരു പ്രവർത്തന രീതിയിലുള്ള ബന്ധം സംഘം പുലർത്തുന്നുമുണ്ട്. അതേ ബന്ധമാണ് BJPയുമായിട്ട് പുലർത്തുന്നത്. പൊളിറ്റിക്സിൽ നിൽക്കുന്നതുകൊണ്ട് BJPക്ക് കൂടുതൽ എന്താ പറയുക, പ്രൊഫൈൽ കിട്ടുന്നു, അല്ലെങ്കിൽ കൂടുതൽ കവറേജ് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൽ സേവാഭാരതിയുടെ പ്രവർത്തനം ഒന്ന് ആലോചിച്ച് നോക്കി. അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയമായ സേവ കിട്ടുന്നവർക്കോ സേവ കൊടുക്കുന്നവർക്കോ എന്തെങ്കിലും സംഘമെന്നോ രാഷ്ട്രീയം ഒന്നുമില്ല. അവർക്കും വളരെ വിശാലമായ ഒരു മേഖല പ്രവർത്തിക്കാൻ കിട്ടിയിരിക്കുന്നു. അവരോട് പ്രവർത്തിക്കുന്നു. അതിന് സംഘടന തടസ്സമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് ഇത് പറയുമ്പം സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാതെ പോയാൽ പറ്റില്ല. അന്ന് സർസംഘചാലകൻ ഈ പ്രഭാഷണത്തിന് ശേഷം അതിനടുത്ത ദിവസം പറഞ്ഞ വേറൊരു കാര്യം, അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് BJPയായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ താല്പര്യമൊന്നുമില്ലെന്ന് പറയുന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ ഈ മറ്റ് സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തകരെ കൊടുക്കുന്നത്? ഏതുതരം പ്രവർത്തകരെ? സംഘടനാ സെക്രട്ടറിയെ BJP കൊടുക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് മറ്റ് പ്രസ്ഥാനം കൊടുക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്നറിയോ? അവർ ചോദിച്ചിട്ടില്ല. മറ്റു രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കോൺഗ്രസ് ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സംഘടനാ സെക്രട്ടറിയെ കൊടുത്തിട്ടില്ല. ഉടനെ അതിനടുത്ത് ചോദിച്ചാലോ, അത് ചോദ്യം വരുമ്പോൾ അവരുടെ ആവശ്യം വരുമ്പോൾ അന്നേരം പരിഗണിക്കും. എല്ലാത്തിനും കൃത്യം മറുപടിയാണ്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, അത് രസകരമായ ഒരു കാര്യമാണ്, ചരിത്ര പ്രാധാന്യമുള്ള കാര്യമാണ് ചോദിക്കാനാണ്. സംഘത്തിന്റെ സഹായം കിട്ടിയിട്ടില്ലാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതത്തിലുണ്ടോ? ഒരുപക്ഷെ അങ്ങ് അറിയാമെങ്കിൽ പോലും ഒരു കൗതുകകരമായ കാര്യം ഞാൻ പറയുന്നത്, INTUC പ്രസ്ഥാനത്തിന് ദത്തോബാദ് തെങ്കടി എന്ന് പറയുന്ന 1942 പ്രചാരകനായ ആൾ INTUC സംഘടന സെക്രട്ടറി ആയിട്ട് കൊടുത്തു. കോൺഗ്രസിന്റെ പോഷക സംഘടനയായ INTUC, തപാൽ റെയിൽവേ യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവർക്ക് സഹായത്തിനായിട്ട് ഇദ്ദേഹം അവരുടെ കൂടെ പ്രവർത്തിച്ചു. ഒന്നും വേണ്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയുക, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വരാതിരിക്കാൻ വേണ്ടി അംബേദ്കറുടെ വരവിനെ തടഞ്ഞ കാര്യം നമുക്കെല്ലാം അറിയാം. ബോംബെ തോപ്പിച്ചു. അംബേദ്കർ സംഭാവന ചെയ്ത ആ ഭരണഘടന അനുസരിച്ച് ആദ്യം നടത്തിയ തെരഞ്ഞെടുപ്പിൽ അംബേദ്കറെ തോപ്പിക്കാൻ വേണ്ടി ബോംബെയിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും യോജിച്ചതറിയാം. എന്നാൽ അതിനുശേഷം 52 തൊട്ടുള്ള കാലത്ത് ദത്തോബാദ് തെങ്കടിജി സംഘത്തിന്റെ പ്രചാരകൻ ഈ അംബേദ്കർജി ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കറുടെ കൂടെ സഹകരിച്ചതിനെ കുറിച്ച് എത്ര പേർക്കറിയാം? വളരെ കുറച്ച് പേർക്ക് അറിയാം. അംബേദ്കറോട് ചോദിച്ചു, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ദത്തോബാദ് തെങ്കടി എന്നൊരു ബ്രാഹ്മണനെ വെച്ച് എന്താണെന്ന് ചോദിച്ചു. അംബേദ്കർ കൊടുത്ത മറുപടി അറിയാം, വളരെ രസകരമാണ്. തേങ്കടിയെക്കാട്ടിൽ വലിയ ഒരു ദളിതനെ കാണിക്കാൻ നിങ്ങൾ കാണിക്കൂ, ഞാൻ അയാളെ ആക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആണ് അല്ലേ? ഇത് കഴിഞ്ഞ് വേറൊരു കാര്യം ഞാൻ ചോദിക്കുക, അത് ഞാൻ ആ വർഷം വെച്ച് പറയുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി EMSന് സംഘം കൊടുത്ത സഹായത്തിൽ അങ്ങ് കേട്ടിട്ടുണ്ടോ? ഇല്ല.
കേരളത്തിലെ വിമോചന സമരം ഉണ്ടായപ്പം കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ചൈനയും ഏറ്റവും കൂടുതൽ എതിർക്കുന്ന സംഘത്തിന് നിലപാട് ഉണ്ടാവേണ്ടിയിരുന്നത് അനുകൂലമായിട്ടുള്ള നിലപാട്. മന്നത്ത് പത്മനാഭനും ഗുരുജിയുമായിട്ട് നല്ല ബന്ധം. അതെ, മന്നത്ത് പത്മനാഭനാണ് വിമോചന സമര നേതാവായിരുന്നത്. അതെ. പക്ഷേ എടുത്ത് ഞാൻ പറയുന്നു, ഗുരുജി ഗോൾവർക്കറും വീര സവർക്കറും ഈ സമരത്തിനെതിരായിരുന്നു. ഇങ്ങനെ ഒരു സമരത്തിൽ കൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ ഇറക്കാൻ പാടില്ല എന്ന് വ്യക്തമായ അഭിപ്രായം അവർ രണ്ടുപേരും പറഞ്ഞത്. അതൊരു പുതിയ അറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ചരിത്രത്തിൽ വരണം, ഇത് പറയണം, ഇത് നമ്മുടെ പ്രേക്ഷകരും കേൾക്കണം. അതിന് ഞാനിത് പറഞ്ഞത്. ഇനി അടുത്തൊരു കാര്യം, ഇന്ദിരാഗാന്ധിക്ക് ബംഗ്ലാദേശ് യുദ്ധത്തിലൊക്കെ പല സഹകരണവും കിട്ടിയിട്ടുള്ളതായിട്ട് അങ്ങേക്കും അറിയാമല്ലോ. അതിനിടയ്ക്ക് വാജ്പേയി ഇന്ദിരാഗാന്ധിയെ ദുർഗയെന്ന് വിളിച്ചെന്നൊരു നുണയും കൂടെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് വാജ്പേയി പിന്നീട് ക്ലാരിഫൈ ചെയ്തതാണ്. പക്ഷേ മറ്റേത് ഈ പറയുന്ന പോലെ നെറേറ്റീവ് ആണ്, അടിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഗുരുജി ഗോൾവർക്കർ ഇന്നലെ ഇത് ചെയ്തിരിക്കുന്നു. അതുപോലെ ഒരു കാര്യം, മുമ്പ് 62 യുദ്ധം നടക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെയും ഇന്നത്തെ സീതാറാം യെച്ചൂരിയുടെയും പിണറായി വിജയൻ ശൈലിയിലാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ നെഹ്റുവിന് അന്ന് സഹായം കൊടുക്കാൻ പാടില്ല. സംഘത്തിന്റെ കാഴ്ചപ്പാടതല്ല, രാഷ്ട്രമാണ് മുഖ്യം, രാഷ്ട്രമാണ് പ്രധാനം. നെഹ്റുവിന്റെ കൂടെ നിന്നു, സംഘത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് നെഹ്റുവിന്റെ കൂടെ നിന്നു. അന്നേ ശ്യാം പ്രസാദ് മുഖർജി പറഞ്ഞായിരുന്നു, അത് പറഞ്ഞ് 47 പറയുന്നത്, സംഘ മനോഭാവത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. ഇല്ലാതാക്കുമെന്ന് പറയുന്ന മനോഭാവത്തെ ഞാൻ ഇല്ലാതാക്കുമെന്നാണ് ശ്യാം പ്രസാദ് മുഖർജി എടുത്ത മറുപടി. ആ മനോഭാവം തന്നെ ഇല്ലാതാക്കേണ്ടി വന്നു. സംഘം 62 സഹായിച്ചു. ഇന്ദിരാഗാന്ധിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി വേറെ ഒന്നും കൂടെ ഞാൻ സൂചിപ്പിക്കാം. അത് നീർജ ചൗധരി, എന്നല്ലേ അവരുടെ പേര്? നീർജ ചൗധരി. അവര് ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറക്കണം അടുത്ത കാലത്ത്. ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല. ആ പുസ്തകത്തിന്റെ പ്രൊമോഷന് യൂട്യൂബ് കേട്ടു. അവിടെ ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് സംഘവുമായി ബന്ധം പുലർത്തിയിരുന്നെന്നും സംഘത്തിന്റെ പല സഹായങ്ങളും സ്വീകരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എഴുത്തുകാരി ഇന്ദിരയുടെ കുടുംബത്തിന്റെ ഒരു ആശ്രിതയായിരുന്നു നമുക്കറിയാം. അവർ പറയുന്ന മുഴുവൻ ഞാൻ സ്വീകരിക്കുന്നുമില്ല, എങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയുണ്ട്. ഇന്ദിരാഗാന്ധി ഒരു ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ചെയ്ത പ്രവൃത്തിയുടെ പേരിൽ ഹൈന്ദവ പക്ഷത്തു നിന്നോ മുസ്ലിം പക്ഷത്തു നിന്നോ സഞ്ജയ് ഗാന്ധിക്ക് ഒരു വധഭീഷണി പോലും ഉണ്ടായേക്കുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നത് കൊണ്ട് സംഘത്തോടും മുസ്ലിം വിഭാഗത്തോടും ഒരു ചെറിയ ബന്ധത്തിന് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സംഘത്തോട് കൂടുതൽ ഗാഢമായി ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇന്ദിര ഹിന്ദുവൈസ് ചെയ്യാൻ ശ്രമിച്ചു, വാജ്പേയി സെക്കുലറൈസ് ചെയ്യാൻ ശ്രമിച്ചു. ഈ ഒരു പറയുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും രസകരമായിട്ട് ഒരു സംഗതിയുണ്ട്. ഇന്ദിര ദേവറോസ്ജിയുടെ സഹോദരനുമായിട്ട് ബന്ധപ്പെട്ട് കപിൽ മോഹൻ എന്ന ഒരാളോട് ബന്ധപ്പെട്ടാണ് ഈ ബന്ധം. ഈ സംഘബന്ധം പുറത്തറിയുന്ന ഷി വാസ് വെരി പെർട്ടിക്കുലർ, രഹസ്യമായിരിക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ടും ഒരു ഘട്ടത്തിൽ അവർ പറയുന്നുണ്ട്, സഞ്ജയ് മരിച്ച ശേഷം രാജീവ് ഗാന്ധിയാണ്, ഈ ചർച്ച ഡൈനിങ് ടേബിളിലേക്ക് പോകരുത്, ഊണുമേശയിൽ ഈ സംഭവം കേൾക്കണ്ട. എന്താ അതിൻ്റെ അർത്ഥം? രാജീവ് ഗാന്ധി കേൾക്കുന്നത്, രാജീവ് ഗാന്ധി 3 പ്രാവശ്യം ദേവസ്വം പോയി കണ്ടതാണ് രാജീവ് ഗാന്ധി. അപ്പൊ ഈ ഊണുമേശയിൽ ഈ കാര്യം കേൾക്കണ്ടെന്ന് പറഞ്ഞത് ആര് കേൾക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് അങ്ങേക്ക് പറയാമോ? സോണിയാഗാന്ധിയാണ്. സംശയം എന്താ? ആ ഊണുമേശയിലുള്ളത് രാഹുലും പ്രിയങ്കയുള്ളൂ. അവർ കേട്ടാൽ എന്താ കുഴപ്പം? ഇത് രാജീവ് ഗാന്ധി കേട്ടാലും രാജീവ് മോഹന കേട്ടാലും മരുമോള് കേൾക്കണ്ട. മരുമോളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞത് അവിടെയും സംഘത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. സംഘത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറയുന്നത് സംഘം ഉദ്ദേശിക്കുന്ന ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനനുസരിച്ച് ഫൈൻ ട്യൂൺ ചെയ്യുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എതിർക്കേണ്ട ആവശ്യം സംഘത്തിനില്ല. നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ സമയം അവസാനിക്കുന്നു. 1-2 ചെറിയ ചോദ്യങ്ങൾ കൂടി. അതായത് ഈ വിമർശകർ ഈ ഒരു പശ്ചാത്തലത്തിൽ പലതും എഴുതിയത് ഞാൻ വായിച്ചതിൽ അതിൽ ഒരു കൂട്ടർ പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം സംഘത്തിന് വ്യക്തിപൂജ ഇല്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. സംഘത്തിലെ ഈ കഴിഞ്ഞ ദിവസം കൂടി മോഹൻജി ഭാഗവത് സർസംഘാലക അദ്ദേഹം അത് പറഞ്ഞു. ഈ സ്ഥാനത്ത് ഇരിക്കുന്നവർ വ്യക്തികൾ മാറിപ്പോവും, വരും പോകും, പക്ഷേ പ്രസ്ഥാനമാണ്, ആദർശമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഗുരുസ്ഥാനത്ത് വെക്കുന്നത് പോലും ഒരു ഭഗവത് ധ്വജത്തെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുവന്ന ഇപ്പോഴത്തെ
ഭരണകൂടം അത് മോദി കേന്ദ്രീകൃതമാണ്, വ്യക്തിപ്രഭാവമാണ് അവിടെ കൂടുതൽ വരുന്നത്. ഇക്കാര്യത്തിൽ ഒരു വലിയ അതൃപ്തി മറുവശത്തുണ്ട് എന്നുള്ള ധ്വനി വരുന്ന ചില എഴുത്തുകൾ ഞാൻ കാണാൻ ഇടയായി. അതിനെക്കുറിച്ചുള്ള പ്രതികരണം. എഴുത്തുകൾ വരും, പക്ഷെ അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. അടൽ ബിഹാരി വാജ്പേയി ഇലക്ഷൻ മത്സരിക്കുമ്പോഴും നരേന്ദ്രമോദി ഇലക്ഷൻ മത്സരിക്കുമ്പോഴും ഈ രണ്ട് കൂട്ടർക്കും കിട്ടുന്ന വോട്ടുകളുടെ പ്രവാഹം ഏതെല്ലാം മേഖലകളിൽ നിന്ന് വരുന്നത്? ഒന്ന്, സ്വാഭാവികമായും ഹിന്ദുത്വ ദേശീയത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവകത്തിന്റെ പശ്ചാത്തലമുള്ള ആ ആശയത്തോട് പ്രതിബദ്ധതകളുടെ വോട്ട്. രണ്ട്, BJP സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ വോട്ട്. മൂന്നാമത്, സംഘത്തിന്റെ എതിരാളികൾ, BJPയുടെ എതിരാളികൾ. അത് 2014 കോൺഗ്രസ് ആണെങ്കിലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളാണെങ്കിലും മുസ്ലിം വർഗീയ ശക്തികളാണെങ്കിലും ഇവരെല്ലാം എതിർക്കുന്നതിന്റെ പേര് വരുന്ന ഇവർക്ക് BJPയുടെ പ്രതിബദ്ധത വേണമെന്നില്ല. ഈ വോട്ടുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. പാർട്ടി ഏതായാലും വാജ്പേയി കൊള്ളാം എന്ന് കരുതുന്ന അതുപോലെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് BJP ആയിട്ട് ബന്ധമൊന്നുമില്ല, സംഘവുമായിട്ട് ബന്ധമൊന്നുമില്ല. ബട്ട് ഐ ഡു ലൈക്ക് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്ന അതിൽ ഏറ്റവും വലിയ വന്നത്, ശരിക്കും പറഞ്ഞാൽ 2014 വന്നത് കേരളത്തിലല്ല, യുവജനങ്ങളുടെ വലിയൊരു വിഭാഗമാണ് വന്നത്. അപ്പൊ ആ ഒരു വലിയ വിഭാഗത്തെ പ്രസ്ഥാനത്തോട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി പരിശ്രമം ഉണ്ടാവും. തീർച്ചയായിട്ടും അവിടെ വ്യക്തിയെ പ്രൊജക്ട് ചെയ്യേണ്ടി വരും. തന്നെയല്ല, വേറൊരു കാര്യം ഓർക്കണം, നമ്മൾ അതൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. എന്ന് ജനിക്കുന്ന അന്ന് തൊട്ട് തന്നെ രാഹുൽ ഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുമായിരുന്നു. ഇല്ലേ? നെഹ്റുവിന്റെ മകളാണ്, മോത്തിലാൽ നെഹ്റുവിന്റെ കൊച്ചുമകളാണ്, അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ മകനാണ്, അല്ലെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു വലിയ വ്യാപകമായ അക്സെപ്റ്റൻസ്, അല്ലെ പരിചിതരായിരുന്നവർ. ആ സമയത്ത് ഇവിടെയുള്ള ശ്രീ രാജേഷ് പിള്ളയ്ക്ക് ജനാധിപത്യത്തിൽ അധികാരത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു വലിയ ഘടന നടക്കേണ്ടത്. ജന്മനാട്ടിൽ വളരണം, സംസ്ഥാനത്ത് വളരണം, അങ്ങനെയൊക്കെ വേണ്ടേ? അപ്പൊ ആ ഒരു സാഹചര്യത്തില് ദേശീയ തലത്തിൽ അറിയപ്പെടാൻ, സ്വീകാര്യത ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നയാള് നരേന്ദ്രമോദിയാണെങ്കിലും കേജ്രിവാൾ ആണെങ്കിലും ലാലു പ്രസാദ് യാദവ് ആണെങ്കിലും ചില ഷോർട്ട് കട്ടുകൾ സ്വീകരിക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം, അത് കൃത്യമായിട്ട് മോദിജിയും പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ട്. ജനം ചോദിക്കുന്നത്, ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജനത്തിന് വേണ്ടത് നേരിട്ട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ സാധ്യതയുള്ള ഒരു നേതാവിനെ ആവശ്യമുണ്ട്. ആരാണ് പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. എന്താണ് അദ്ദേഹത്തിന്റെ നയങ്ങളെന്നറിയണം. അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്നറിയണം. ഇതിനെല്ലാം കൂടെ കൂടിയുള്ള ഉത്തരവാണ് മോദിയുടെ ഗ്യാരണ്ടി. അതുകൊണ്ട് ആദ്യം പറഞ്ഞ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ മാറുന്നില്ല. ഞാൻ പറയാം, ഉദാഹരണത്തിന് ഇപ്പൊ സംഘം ഇങ്ങനെ പറയുന്നു, സേവാഭാരതിയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഹോസ്പിറ്റലിലേക്ക് ആള് ചെല്ലുന്നത് അവിടെ ഇത് സേവാഭാരതിയുടെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് മാത്രമല്ല ചെല്ലുന്നത്. ഇന്ന ഗൈനക്കോളജിസ്റ്റ് അവിടെ ഉണ്ട്, ഇന്ന കാർഡിയോളജിസ്റ്റ് അവിടെ ഉണ്ട്, ഇന്ന ഓർത്തോപെഡിഷൻ അവിടെ ഉണ്ട്, അല്ല ഇന്ന ജനറൽ ഫിസിഷ്യൻ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചാണ് ആളുകൾ ചെല്ലുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ ഘടകവും വേണ്ടത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അങ്ങയുടെ ഒരു ചോദ്യം കൂടി, ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും ഒരു മൂന്നാം BJP സർക്കാർ രാജ്യത്ത് രൂപീകരിക്കപ്പെടുകയെന്ന് ഏതാണ്ട് ഉറപ്പായ ഒരു സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന വിവാദം പുതിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ബാധിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഒരു തരത്തിലും ബാധിക്കില്ല. ഞാൻ മനുഷ്യ വേറെ ബാധിക്കില്ല എന്ന് എൻ്റെ വിശ്വാസം. ഒരു കാര്യം മാത്രം ഞാൻ കാണുന്നുണ്ട്, അങ്ങനെ ഒരു ചർച്ച കണ്ടിപ്പോ. അതുകൊണ്ട് പറയുക, JP നദ്ദയും K സുരേന്ദ്രനെയും മാറ്റുമെന്ന് ഇതിന്റെ പേരിൽ എനിക്കത് കണ്ട് ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല. JP നദ്ദ 2 ടൈം കഴിഞ്ഞു, BJPക്ക് അത് 2 ടൈം ഒരു പരിമിതിയുണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുക ഇലക്ഷൻ വരെ. ഇത് കഴിഞ്ഞ് നന്ദാജി മാറും. സുരേന്ദ്രന് വേറെന്തെങ്കിലും കാരണത്തിന്റെ പേര് ചിലപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്വം കൊടുക്കും. അതൊക്കെ സംഭവിക്കാം. പക്ഷെ ഒരു കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി 2 മുൻ പ്രസിഡന്റുമാര് രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും ഫലപ്രദമായിട്ട് ഇന്ന് മോദിയുടെ ടീമിൽ വർക്ക് ചെയ്യാണ്. അതെ. അതുപോലെ വേറൊരു മുൻ പ്രസിഡന്റ് വെങ്കയ്യ നായിഡു,
ഉപരാഷ്ട്രപതി ഒരു പദവി വരെ എത്തിയിട്ട് ഇപ്പം വിശ്രമത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നന്ദാജി മാറി വേറൊരു പ്രസിഡന്റ് വരുമ്പോൾ ഇവർക്ക് ഇതൊക്കെ പറയാം, ഇത് കാരണം എന്നൊക്കെ പറയാം. കല്ലെറിയട്ടെ, ഇതൊക്കെ ഒരു കാര്യമുള്ളൂ. മോദിജി ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇംഗ്ലണ്ടിൽ വെച്ച് പറഞ്ഞത്, നിങ്ങൾ എറിയുന്ന കല്ലുകൾ ഞാൻ കൂട്ടി വെക്കും. ഈ കല്ല് വിജയ സോപാനത്തിലേക്ക് എനിക്ക് നടക്കുന്നതിനുള്ള കൽപ്പടവുകളാക്കി ഞാൻ മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനും അത് തന്നെയാണ് ശൈലി. ഇവരെറിയുന്ന കല്ലുകളൊന്നും പ്രകടമല്ല. പിന്നെ എങ്ങനെ വ്യക്തികളെ പരിശീലിപ്പിക്കണം, എങ്ങനെ സംഘടനയെ പരിശീലിപ്പിക്കണം എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ അവസാനിപ്പിക്കുക. മാനനീയ സർസംഘചാലക, ആദ്യ സർസംഘചാലക ഡോക്ടർ ജി സംഘശാഖ കഴിഞ്ഞ് നടക്കാൻ പോകുന്ന രീതി ഉണ്ടായിരുന്നു. ആ നടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ കൂടെ സ്വയം സേവകരും പോകും. ഇദ്ദേഹം നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു, നല്ല വേഗതയിൽ നടക്കുമായിരുന്നു. ഈ സ്വയം സേവകർക്ക് ആർക്കും ഒപ്പെത്താൻ പറ്റില്ലായിരുന്നു. അതിന് അദ്ദേഹം ചെയ്യുന്നൊരു പണിയുണ്ട്, സ്വന്തം വേഗത കുറച്ചിട്ട് മറ്റുള്ളവരോട് കൂടെ വരുന്നവർക്ക് മത്സരിക്കുന്നതിന് അവസരം കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് കൃത്യതയോടുകൂടി ശ്രദ്ധയോടുകൂടി സ്വയം സേവകരെ വളർത്തിയെടുത്ത, സംഘശാഖകളെ വളർത്തിയെടുത്ത, പരിവാർ പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുത്ത രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനും അതിൻ്റെ അച്ചടക്കത്തിൽ ആ ചിട്ടയിൽ പോകുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കും നമ്മൾ ഈ പറയുന്നവരുടെ ഒന്നും പുതിയ പഠിപ്പിക്കലുകളുടെ ഒന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ കെ വി രാജൻ. വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ഒരുപക്ഷെ ഈ വിവാദത്തിൻ്റെ പിന്നിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ കൃത്യമായ പദ്ധതിയോടുകൂടി യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ വളരെ കൃത്യമായ പാതയിലൂടെ മുന്നേറുന്ന ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അടുത്ത വർഷം 100ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു ഭാരതമാണ് ലക്ഷ്യം, RSS അല്ല എന്ന്. ഒരുപക്ഷെ ഭാരതത്തെ തകർക്കണമെന്നുണ്ടെങ്കിൽ RSSനെതിരെയാണ് അല്ലെങ്കിൽ RSSന് നേരെയാണ് കല്ലെറിയേണ്ടത് എന്നുള്ള തിരിച്ചറിവിലായിരിക്കണം ഇത്തരം ആക്രമണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത്. അത് തീർച്ചയായിട്ടും ഒരു തരത്തിലും ഈ പ്രസ്ഥാനത്തെയോ ഈ പ്രസ്ഥാനത്തോടൊപ്പം മുന്നേറുന്ന മറ്റ് സംഘടനകളെയോ ബാധിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഈ വിവാദങ്ങളൊക്കെ നനഞ്ഞ പടക്കമാകും. യഥാർത്ഥത്തിൽ RSS ഇല്ലാത്ത BJP അല്ല നനഞ്ഞ പടക്കമാകുന്നത്, മറിച്ച് ഇത്തരം വിവാദങ്ങളാണ് നനഞ്ഞ പടക്കമാകുന്നതെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയും ചെയ്യും. നമസ്കാരം.